നമസ്കാരം. വർത്തമാന ലോക രാഷ്ട്രീയത്തിന്റെയും ആഗോള വ്യാപാര ചട്ടങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനമികവിനും അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള മുന്നേറ്റത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച ബോധപൂർവമായ തന്ത്രങ്ങൾ അനിവാര്യമാണ്. US-ഇന്ത്യ വ്യാപാര കരാറിലെ പുരോഗതിയും അതിന്റെ ഫലപ്രാപ്തിയും പരിശോധിക്കുമ്പോൾ അത് ഇന്ത്യൻ സാമ്പത്തിക ശക്തിയും നൂതന വ്യാപാര നയങ്ങളും എങ്ങനെ മുൻനിർത്തുന്നു എന്നത് വ്യക്തമായി കാണാം. ഇന്ത്യ തന്റേതായ തന്ത്രപരമായ ആഭിമുഖ്യത്തിലൂടെ അന്താരാഷ്ട്ര വിപണിയിൽ നിലവാരം ഉയർത്തുകയും വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും വ്യവസായ മേഖലകളെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ US-ഉം ഇന്ത്യയും തമ്മിൽ പുതിയ വ്യാപാര കരാർ ധാരണയായതിനെ തുടർന്ന് പാകിസ്ഥാനിൽ രൂക്ഷമായ പ്രതികരണങ്ങളുമായി വിമർശകർ രംഗത്ത് വന്നു. US-ഉമായി പാകിസ്ഥാൻ മാസങ്ങളോളം നടത്തിയ നീണ്ട ഔദ്യോഗിക ചർച്ചകൾക്കൊന്നും കാര്യമായ ഫലം കണ്ടില്ല എന്നാണ് വിമർശകരുടെ പക്ഷം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബേൽ സമാധാന സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുകയും സമാധാന ബോർഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്ത നടപടികൾ ഉണ്ടായിട്ടും ഇന്ത്യയെ അപേക്ഷിച്ച് ഉയർന്ന തീരുവ ഭാരം നേരിടുകയാണ് പാകിസ്ഥാൻ. ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നതായി പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ഇതിനിടെ ഇന്ത്യ ഗേറ്റിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒന്നിച്ചുള്ള ഫീച്ചർ പ്രസിദ്ധീകൃതമായ മാസികയുടെ മുഖചിത്രത്തിന്റെയും ചിത്രങ്ങൾ ട്രംപ് പങ്കുവച്ചു. നിരവധി സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൂടെ അതിനുശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവ ഏർപ്പെടുത്തുമെന്നും ഇത് പാകിസ്ഥാന്റെ നിരക്കിനേക്കാൾ 1% കുറവാണെന്നും ട്രംപ് വെളിപ്പെടുത്തുകയും ചെയ്തു. ട്രംപിനോട് അമിതമായ വിധേയത്വം കാണിക്കാതെ തന്നെ ഇന്ത്യ മികച്ച കരാർ നേടിയെടുത്തതിൽ പാകിസ്ഥാനികൾ സർക്കാരിനോട് അവിശ്വാസം പ്രകടിപ്പിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇതിനു ശരി. ഉമർ അലി എന്ന എക്സ് ഉപയോക്താവ് വളരെ പരിഹാസ്യമായാണ് പാക് സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഫീൽഡ് മാർഷലിനെ ഒരു കാമുകിയെ പോലെയാണ് പരിഗണിച്ചതെന്നും അവൾ തന്റെ കാമുകനെ എല്ലാ നിയമവിരുദ്ധവും വൃത്തികെട്ടതുമായ ജോലികൾ ചെയ്യിക്കുകയും എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ സമയം വരുമ്പോൾ എന്റെ കുടുംബത്തിന്റെ തീരുമാനം അനുസരിക്കാൻ ഞാൻ നിർബന്ധിതയായിരിക്കുന്നു, എന്നെ മറക്കൂ, എന്റെ ശരീരം ഭർത്താവിന്റേതായിരിക്കും, പക്ഷെ എന്റെ ആത്മാവ് എപ്പോഴും നിങ്ങളുടേതായിരിക്കുമെന്ന് പരിഹസിക്കുകയും മോദിയും ട്രംപും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്ന മാസികയുടെ കവറിന് മുന്നിൽ ഫീൽഡ് മാർഷൽ അസീം മുനീർ അപൂർവ ധാതുക്കളുടെ പെട്ടിയുമായി നിൽക്കുന്ന ഒരു AI ചിത്രവും പങ്കുവച്ചുകൊണ്ട് ആക്ഷേപിച്ചു. മുൻ പാക് മന്ത്രി ഹമ്മദ് അസ്ഹർ കരാറിനെ സാഹചര്യപരമായ പരാജയമായിട്ടല്ല തന്ത്രപരമായ പരാജയമായാണ് ചിത്രീകരിച്ചത്. 21ാം നൂറ്റാണ്ടിലെ വിദേശ നയം കാഴ്ചപ്പാടുകളെയോ വ്യക്തിബന്ധങ്ങളെയോ കുറിച്ചുള്ളതല്ല. ഇത് സാമ്പത്തിക ശക്തി, തീരുവകൾ, വിപണി പ്രവേശം എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ചാണ്. യൂറോപ്യൻ യൂണിയനും US-ഉമായുള്ള ഇന്ത്യയുടെ സമീപകാല വ്യാപാര ഇടപാടുകൾ ഇത് തെളിയിക്കുന്നു. മുഖസ്തുതിയും ഫോട്ടോ ഓപ്പറേഷനുകളും ഉപയോഗശൂന്യമാണ് എന്നും അസർ എക്സിൽ കുറിച്ചു. ഫെബ്രുവരി 2-ന് പ്രഖ്യാപിച്ച കരാറിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതികൾക്കുള്ള തീരുവ 18% കുറച്ചിരുന്നു. അതേസമയം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസീം മുനീറും തുടർച്ചയായ ലോബിംഗ് നടത്തിയിട്ടും പാകിസ്ഥാന് 19% തീരുവ നിരക്ക് നേരിടേണ്ടി വരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യ തന്ത്രപരമായാണ് ചർച്ചകൾ നടത്തിയതെന്നും പാക് നേതൃത്വം വ്യക്തിപരമായ ഇടപെടലുകളെ വളരെയധികം ആശ്രയിച്ചെന്നും ഒടുവിൽ അനുകൂലമല്ലാത്ത ഫലത്തോടെ മടങ്ങേണ്ടി വന്നുവെന്നും പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിച്ചു. മോദിയുടെ നേതൃത്വത്തിലുള്ള കക്ഷികളുടെ സമീപനം ദീർഘകാല വികസനവും രാജ്യത്തിന്റെ ആത്മനിർഭരതയും മുൻനിർത്തിയാണ്. ഇന്ത്യയുടെ ഉന്നത നിലവാരം, സമഗ്ര സാമ്പത്തിക വികസനം, പ്രായോഗിക നയങ്ങൾ എന്നിവയിലൂടെ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. US-ഇന്ത്യ വ്യാപാര കരാർ ഒരു വശത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതായിരിക്കെ മറുവശത്ത് അത് രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യതയും ശക്തിപ്പെടുത്തുന്നു. പാകിസ്ഥാന് ഇന്ത്യയുടെ വളർച്ച കണ്ട് വിരളി പിടിക്കാൻ മാത്രമാണ് യോഗ്യത എന്ന് പറയാതെ വയ്യ.